ഹലോ ഡിയർ ആസ്പിരൻസ്, നമ്മൾ ഇന്നലെ എങ്ങനെ അവൈലബിൾ ആയിട്ടുള്ള 90 ദിവസം കൊണ്ട് KS പ്രിലിംസ് ക്വാളിഫൈ ചെയ്യാം എന്നൊരു വീഡിയോ ഈ ചാനൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്ന് പോയി കാണുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ സ്ട്രീം 2-ലും സ്ട്രീം 3-ലും KS എക്സാം എഴുതാൻ പോകുന്ന സർക്കാർ ഉദ്യോഗസ്ഥരായ ഉദ്യോഗാർത്ഥികളെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള വീഡിയോ ആണ്. ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ ആണ്. സ്ട്രീം 2-കാർക്കും 3-കാർക്കും വേണ്ടിയുള്ള ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ ആണ്. സ്ട്രീം 2-ന്റെ കഴിഞ്ഞ പ്രിലിംസിന്റെ കട്ട് ഓഫ് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു. 60 മാർക്കായിരുന്നു സ്ട്രീം 2-ന്റെ കട്ട് ഓഫ്. സ്ട്രീം 3-യുടെ കട്ട് ഓഫ് വന്നിട്ട് 50 മാർക്കാണ് അല്ലേ. അപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞത് ഒരു ജനറൽ കട്ട് ഓഫ് 90 മാർക്ക് എന്ന അടിസ്ഥാനത്തിൽ ഒരു 90 മാർക്ക് എയിം ചെയ്ത് പഠിക്കണം. അപ്പം ജനറൽ കട്ട് ഓഫ് 90 ആണ് എങ്കിൽ അതിനനുസരിച്ചിട്ട് സ്ട്രീം 2-ന്റെയും സ്ട്രീം 3-യുടെയും കട്ട് ഓഫ് കുറയും. പക്ഷെ എത്രമാത്രം കുറയും? അപ്പം സ്ട്രീം 2-ന്റെ കട്ട് ഓഫ് എവിടെ വരെ പോവാം? അപ്പോൾ സ്ട്രീം 2-ന്റെ കട്ട് ഓഫ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു 80 മാർക്ക് വരെയൊക്കെ സ്ട്രീം 2-ന്റെ കട്ട് ഓഫ് പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സ്ട്രീം 3-യുടെ കട്ട് ഓഫ് ഒരു 65 തൊട്ട് 75 മാർക്ക് വരെ പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, സോ ഇത് അതിൻ്റെ ഫ്ലോർ ലെവലാണ്. അപ്പം സ്ട്രീം 1-കാരെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അടുത്ത 90 ദിവസവും അവർക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള ടൈം അവൈലബിലിറ്റി അവർക്കുണ്ട് അല്ലേ. അപ്പോൾ അവരുടെ കട്ട് ഓഫ് ലേശം കൂടുതലാണ് എങ്കിൽ പോലും അവർക്ക് ആ സമയത്തിൻ്റെ ആനുകൂല്യമുണ്ട്. എന്നാൽ സ്ട്രീം 2-ലും 3-ലും എക്സാം എഴുതുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചലഞ്ച് എന്താണ്? നിങ്ങളുടെ വർക്ക് കമ്മിറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറയുന്ന ലാക്ക് ഓഫ് ടൈം എന്നുള്ളൊരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നേടേണ്ട കട്ട് ഓഫ് മാർക്ക് ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഉറപ്പുവരുത്തുക എന്നുള്ളത് അതിപ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. മെയിൻസ് എഴുതണമെന്നുണ്ടെങ്കിൽ അല്ലെ, KS പ്രിലിംസ് ക്വാളിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ വരുമ്പം ഞാൻ ഈ വീഡിയോയിൽ സ്ട്രെസ് ചെയ്ത് പറയാൻ പോകുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രീം 2-ലും 3-ലും എക്സാം എഴുതുന്ന സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഒരു മെന്റർഷിപ്പ് പ്രോഗ്രാം ഉറപ്പായിട്ടും ജോയിൻ ചെയ്തിരിക്കണം. ഒരു മെന്റർഷിപ്പ് പ്രോഗ്രാം നിങ്ങൾ എടുത്തിരിക്കണം. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നിങ്ങളൊരു ഓൺലൈൻ കോഴ്സ് അല്ലെങ്കിൽ നിങ്ങൾ KSന്റെ ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ ഒരു കോച്ചിങ് പരിശീലന പ്രോഗ്രാമിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ മെന്റർഷിപ്പ് നിങ്ങൾ എടുത്തിരിക്കണം. സോ റിഗാർഡ് ദിസ് ആസ് എ ക്ലിനിക്കൽ അഡ്വൈസ്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സർക്കാർ ഉദ്യോഗസ്ഥർ എന്നുള്ള നിലയ്ക്ക് PSC ക്വാളിഫൈ ചെയ്തവരെന്നുള്ള നിലയ്ക്ക് നിങ്ങൾ PSC നോളജ് ഉള്ള ആൾക്കാരാണ്. അതിൻ്റെ അകത്ത് സംശയമില്ല. നിങ്ങൾക്ക് ചില ആൾക്കാർ 10 വർഷം അല്ലെങ്കിൽ 15 വർഷം മുമ്പ് സർവീസിൽ കയറിയ ആൾക്കാരുണ്ട്. ചിലർ പാറ്റേൺ കഴിഞ്ഞ ഒരു 5 വർഷത്തിനിടെ സർവീസിൽ കയറിയ ഉദ്യോഗസ്ഥരുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ. പക്ഷേ ഈ രണ്ട് കൂട്ടരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കുറേ കൺസേൺസ് ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഏതൊക്കെ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് അറിവുണ്ട്. അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഈ സിലബസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും വെച്ചിട്ട് നിങ്ങളൊരു സെൽഫ് അനാലിസിസ് നടത്തുക. അപ്പോൾ ആ ഒരു SWOT അനാലിസിസ് നമുക്ക് പറയാം. സ്ട്രെങ്തും വീക്ക്നെസ്സും നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് അറിയാവുന്ന സബ്ജക്റ്റിൽ തന്നെ എത്രത്തോളം ഗ്യാപ്പ് നിങ്ങൾക്ക് ബ്രിഡ്ജ് ചെയ്യാനുണ്ട് KS എക്സാമിൻ്റെ ഡിമാൻഡ് വെച്ചിട്ട്, അതും ഒറിജിനൽ ക്വസ്റ്റ്യൻ്റെ അടിസ്ഥാനത്തിൽ അല്ലേ. ഇപ്പോൾ പ്രിലിംസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ആ അനാലിസിസ് നടത്തിയ ശേഷം നിങ്ങളുടെ സെൽഫ് അനാലിസിസ് നടത്തിയ ശേഷം നിങ്ങൾ ഇൻഡിവിജ്വൽ മെന്റർഷിപ്പിലേക്ക് പോവുക. നിങ്ങളുടെ മെൻഡർ നിങ്ങൾ എടുക്കുന്ന ആ ക്വാളിറ്റി മെന്റർഷിപ്പ് പ്രോഗ്രാമിലെ നിങ്ങളുടെ മെൻഡർ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് തരണം ഏതൊക്കെയാണ് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഇനി ഈ എക്സാമിനെ അഭിമുഖീകരിക്കേണ്ടതെന്നുള്ളത്. മാത്രമല്ല നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം കൂടെ ഞാൻ പറയുകയാണ്. പ്രിലിംസിനൊപ്പം തന്നെ മെയിൻസിൻ്റെ ഒരു തയ്യാറെടുപ്പും സ്ട്രീം 2-3 ഉദ്യോഗാർത്ഥികൾ തുടങ്ങേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം മെയിൻസിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ജനറൽ കട്ട് ഓഫിൽ നിന്ന് വളരെ താഴെയൊന്നും അല്ല. കഴിഞ്ഞ തവണ സ്ട്രീം 2-ന്റെ മെയിൻസ് കട്ട് ഓഫ് വന്നിട്ട് 113 മാർക്കായിരുന്നു മെയിൻസ് കട്ട് ഓഫ്. സ്ട്രീം 3-യുടെ കട്ട് ഓഫ് വന്നിട്ട് 90 മാർക്കായിരുന്നു അല്ലേ. അപ്പം എഴുതി പരിശീലിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത കൂടിയുണ്ട്. അപ്പോൾ അതും കൂടെ ഒരു ഇൻ്റഗ്രേറ്റഡ് പ്രിപ്പറേഷൻ്റെ ഒരു സാധ്യത കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു ഇൻഡിവിജ്വൽ മെന്റർഷിപ്പ് പ്രോഗ്രാം. അപ്പം നിങ്ങളുടെ വീക്ക്നെസ്, നിങ്ങളുടെ സ്ട്രെങ്ത് ഐഡന്റിറ്റി നിങ്ങൾ അനലൈസ് ചെയ്ത ശേഷം അത് നിങ്ങളുടെ മെൻഡറുടെ അടുത്ത് പറയുക. മെൻഡറുടെ കൃത്യമായിട്ടുള്ള നിർദ്ദേശം അനുസരിച്ചിട്ട് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവൂ, നിങ്ങളൊരു ഓൺലൈൻ കോഴ്സ്, അത് ഞാൻ വീണ്ടും പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്, ഏറ്റവും നിങ്ങൾക്ക് പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ കോഴ്സ് എടുക്കുക എന്നുള്ളത് തന്നെയാണ്. പ്രിപ്പറേഷനിൽ ഒരു ഓൺലൈൻ കോഴ്സിലേക്ക് തന്നെ പോകുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത് ഒരു കൺസൾട്ടൻറ്റിൻ്റെ സഹായത്തോടു കൂടി തന്നെ ചെയ്യുക. അങ്ങനെ ചെയ്ത ശേഷം നിങ്ങൾ ഏറ്റവും മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള നല്ല ഒരു കോച്ചിങ് ക്ലാസ് അത് ഓൺലൈനിൽ തന്നെ പ്രിഫറബിളി എടുക്കുക. അപ്പോൾ നല്ല കോച്ചിങ് ക്ലാസ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി സാമ്പിൾ വീഡിയോസ്, നല്ല ക്ലാസ്സിൻ്റെ സാമ്പിൾ വീഡിയോസ്
നിങ്ങൾ പരിശോധിക്കുക. അതുപോലെ തന്നെ ടെസ്റ്റ് സീരീസ് ഞാൻ പറഞ്ഞു, ഒരു സ്റ്റാൻഡേർഡ് ടെസ്റ്റ് സീരീസ് എന്നുള്ളത്, അതായത് കേസിന്റെ പാറ്റേണിൽ തന്നെ, കാരണം സിലബസിലൊന്നും ഒരു മാറ്റമില്ല, കേസ് പാറ്റേൺ സ്ട്രിക്റ്റ് ആയിട്ട് ഹോണർ ചെയ്യുന്ന ഒരു നല്ല ടെസ്റ്റ് സീരീസും കൂടെ നിങ്ങൾ ജോയിൻ ചെയ്യുക. അങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ അടുത്ത ഒരു 90 ഡേയ്സ് കൊണ്ടുപോകുക. അപ്പം ഞാനിവിടെ സ്ട്രെസ് ചെയ്ത് പറയുന്നത് ഒരു മെന്റർഷിപ്പ് പ്രോഗ്രാമിന്റെ കാര്യമാണ്. അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു മെന്റർഷിപ്പ് പ്രോഗ്രാം ജോയിൻ ചെയ്തതിന് ശേഷം മാത്രം ആ മെന്റർ പറയുന്ന അനുസരിച്ചിട്ട് നിങ്ങളുടെ തയ്യാറെടുപ്പ് മുന്നോട്ട് കൊണ്ടുപോകുക. ഞാൻ വീണ്ടും പറയുന്നു, കീപ് യുവർ സെൽഫ് വെരി കാം. ഈ പറയുന്നത് പോലെ സ്റ്റേ ഫോക്കസ്ഡ് ആൻഡ് എന്താ പറയണ്ടേ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ടൈം ഈസ് വെരി പ്രഷ്യസ്. ഓക്കെ, ടൈം ഈസ് ലിറ്ററലി ദ കറൻസി. 14th June 2025 എന്നുള്ള ഡേറ്റ് നിങ്ങൾ മറക്കാതിരിക്കാം. അപ്പം നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.